പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ചിന്ത പങ്കുവെക്കട്ടെ. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് ചെങ്കടൽ പിളർന്നത്. വിശ്വാസത്തിന്റെയും അത്ഭുതങ്ങളുടെയും ദൈവിക ഇടപെടലിന്റെയും പ്രതീകമായ ചെങ്കടൽ മോശ വിഭജിച്ചപ്പോൾ അഗാധമായ ബൈബിൾ നിമിഷം ഏത് വിശ്വാസിയെയും ശക്തിപ്പെടുത്തുന്നതും എക്കാലത്തെയും ജനങ്ങളുടെ വിശ്വാസത്തെ പ്രചോദിപ്പിക്കുന്നതുമാണ്. ഈ സംഭവം വിശ്വാസികൾക്ക് നിരവധി പാഠങ്ങൾ നൽകുന്നു. ഒന്ന്, വിശ്വാസത്തിന്റെ പ്രാധാന്യം. ഈജിപ്ഷ്യരുടെ പിന്തുടരലിൽ നിന്ന് രക്ഷപ്പെടുവാൻ മോശയ്ക്ക് ദൈവത്തിന്റെ നേതൃത്വത്തിൽ ചെങ്കടൽ കടക്കേണ്ടി വന്നു. ഭയം മൂലം പിന്തിരിഞ്ഞിരുന്നു എങ്കിൽ അവർക്ക് നാശം സംഭവിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച അവർക്ക് സുരക്ഷിതമായി കടൽ കടക്കുവാൻ സാധിച്ചു. ദൈവത്തിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അവന്റെ നേതൃത്വത്തിൽ ജീവിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ ശക്തി. ഈജിപ്ഷ്യൻ സൈന്യം ഇസ്രായേല്യരെ പിന്തുടർന്നപ്പോൾ ചെങ്കടൽ പിളർന്നത് ദൈവത്തിന്റെ അനന്തമായ ശക്തിയുടെ സാക്ഷ്യമായിരുന്നു. എത്ര ശക്തരായ ശത്രുക്കൾ നമ്മെ തകർക്കുവാൻ ശ്രമിച്ചാലും ദൈവം നമ്മെ രക്ഷിക്കുവാൻ ശക്തനാണ് എന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു എങ്കിൽ ഏത് ചെങ്കടൽ സമാന പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. മൂന്ന്, പ്രതിരോധത്തിന്റെ ആവശ്യകത. ചെങ്കടൽ പിളർന്നത് ഒരു അത്ഭുതമായിരുന്നു എങ്കിൽ ഇസ്രായേല്യർ കടൽ കടക്കുവാൻ തയ്യാറായി നിന്നു. ദൈവം നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നവും സമർപ്പണവും വളരെ ആവശ്യമാണ്. അല്ലാതെ ദൈവം ചെയ്യും എന്ന് പറഞ്ഞ് അലസരായി ഇരിക്കുവാൻ അല്ല എന്ന് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. മോശ ചെങ്കടൽ പിളർന്നത് വിശ്വാസികൾക്ക് നിരവധി പാഠങ്ങൾ നൽകുന്ന ഒരു പ്രധാന സംഭവം തന്നെയാണ്. വിശ്വാസം, ദൈവത്തിന്റെ ശക്തി, പ്രതിരോധം എന്നിവയുടെ പ്രാധാന്യം ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ ജീവിക്കേണ്ടതിന്റെയും ആവശ്യകത ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.